നമ്മളിനി പോകുന്നത് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലേക്കാണ്. നിഷ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിലേക്കാണ് പോകുന്നത്. കാരണം അവിടെ നിലവിൽ സിറ്റിംഗ് എം പി ആയിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷ്, ഒപ്പം പുതുമുഖമായിട്ടുള്ള LDFന്റെ സ്ഥാനാർത്ഥി അരുൺ, BDJSന്റെ സ്വാധീന മേഖലയിൽ BDJSന്റെ സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ NDയുടെ സ്ഥാനാർത്ഥിയായി ബൈജു കലാശാലയും മത്സര രംഗത്തുണ്ട്. നമുക്ക് സ്ഥാനാർത്ഥിക്കൊപ്പം തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് കാണാം. നിഷ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മാവേലിക്കര മണ്ഡലം രൂപീകൃതമായതു മുതൽ തുടർച്ചയായി 3 തവണ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച അനുഭവ സമ്പത്തുമായാണ് UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് മത്സരരംഗത്തിറങ്ങുന്നത്. അനുഭവ സമ്പത്തിനെ നേരിടാൻ CPIയുടെ യുവനേതാവ് അഡ്വക്കേറ്റ് CA അരുൺകുമാറും BDJ സ്ഥാനാർത്ഥി ബൈജു കലാശാലയും മത്സരരംഗത്തിറങ്ങുന്നതോടെ മാവേലിക്കരയിൽ ഇത്തവണ തീ പാർന്ന പോരാട്ടമാണ്. നിലവിൽ മാവേലിക്കരയുടെ MP ആണ്. ഈ വികസനം മുൻനിർത്തി തന്നെയാണോ വോട്ടർമാർക്ക് മുന്നിലെത്തുന്നത്? വികസനം തന്നെയാണ്. വികസനം മാത്രമല്ല, ദേശീയ രാഷ്ട്രീയം, സംസ്ഥാന രാഷ്ട്രീയം, അതോടൊപ്പം തന്നെ വികസനം, ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. എന്ത് വികസനമാണ് മാവേലിക്കരയ്ക്ക് വേണ്ടി എടുത്തു പറയാനുള്ളത്? മാവേലിക്കരയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള വികസനം ഒന്ന്, ഞാൻ 2009 സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ വരുമ്പോഴാണ് നമ്മുടെ ഡബിളിങ് പാത ഇരട്ടിപ്പിക്കുന്നത്. അന്ന് ഞാൻ 2009 സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ മാവേലിക്കര വരെ മാത്രമാണ് ഈ ബ്രോഡ് ഗേജ് പാതയുടെ ഇരട്ടിപ്പിക്കൽ, കായംകുളം കോട്ടയം സെക്ടറിലെ ഇരട്ടിപ്പിക്കൽ എന്നുള്ളത്. ഞാൻ MP ആയി വന്നതിന് ശേഷമാണ് അത് ദ്രുതഗതിയിലാക്കി. മാവേലിക്കര ചെങ്ങന്നൂർ വരെയും, ചെങ്ങന്നൂരിൽ നിന്ന് ചങ്ങനാശ്ശേരി, ചങ്ങനാശ്ശേരിയിൽ നിന്ന് ചിങ്ങവനം വരെയും ദ്രുതഗതിയിൽ പാത ഇരട്ടിപ്പിക്കൽ പൂർത്തിയാക്കി. കുട്ടനാട് ഉൾപ്പെടുന്ന മണ്ഡലമാണ്. കുടിവെള്ള പ്രശ്നം ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഈ ചൂട് സമയത്തൊക്കെ കുട്ടനാട്ടുകാർക്ക് കുടിവെള്ളമില്ല. കുടിവെള്ളത്തിനായിട്ട് വള്ളത്തിലൊക്കെ പോയി എടുക്കുന്നത്. കുട്ടനാട് ഉൾപ്പെടുന്ന മണ്ഡലത്തിന്റെ MP ആണ് നിലവിൽ. എന്താ പറയാനുള്ളത്? കുട്ടനാട്ടിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് 13ാം ധനകാര്യ കമ്മീഷൻ 60 കോടി രൂപ കൊടുത്തു. അത് ചെലവാക്കേണ്ടത് വാട്ടർ അതോറിറ്റിയാണ്. കേന്ദ്ര ഗവൺമെന്റ് പണം കൊടുക്കത്തേ ഉള്ളൂ. ആ സ്കീമുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് സംസ്ഥാന ഗവൺമെന്റാണ്. ഇപ്പം കുടിവെള്ളം കൊടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ് നേരിട്ട് വന്ന് കേന്ദ്ര ഗവൺമെൻറ്റിന് അതിന് സംവിധാനമില്ല. ആ കുടിവെള്ള പദ്ധതിക്ക് പണം സംസ്ഥാനത്തിന് ഏൽപ്പിക്കും. സംസ്ഥാന ഗവൺമെൻറ് വാട്ടർ അതോറിറ്റിയാണ് എന്ത് ചെയ്യേണ്ടത്? ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി അതിൻ്റെ ഡിസൈൻ ഉണ്ടാക്കി അവരാണ് അത് കുടിവെള്ളം കൊടുക്കേണ്ടത്. പക്ഷേ കേരളത്തിലെ വാട്ടർ അതോറിറ്റിയുടെ അവസ്ഥ എന്താണ്? അതാണ് കുട്ടനാട്ടിൽ സംഭവിച്ചിരുന്നത്. മാവേലിക്കര മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം മണ്ഡലം രൂപീകൃതമായ സമയം മുതൽ UDFലെ കൊടിക്കുന്നിൽ സുരേഷ് മത്സരിക്കുന്നു. ഇത്തവണ യുവ രക്തമെന്ന് പറയാം, അരുൺകുമാർ മത്സരിക്കുന്നു. രാഷ്ട്രീയം മാത്രമാണോ മാവേലിക്കരയിൽ ഇത്തവണ ചർച്ചയാവുന്നത്? മാവേലിക്കരയിൽ ഇത്തവണ രാഷ്ട്രീയത്തിനുമപ്പുറം വികസനം ചർച്ച ചെയ്യും. 15 വർഷക്കാലം ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്ന ആൾ ഈ മണ്ഡലത്തിന് വേണ്ടി എന്തു ചെയ്തു എന്ന ചോദ്യം ഈ മണ്ഡലത്തിൽ നിന്ന് ഉയരുന്നുണ്ട്. ആ ചോദ്യം ഉയർന്നത് കൊണ്ട് തന്നെയാണ് കൊടിക്കുന്നിൽ സുരേഷ് ആദ്യം ഇവിടെ മത്സരിക്കാൻ താല്പര്യം കാണിക്കാതിരുന്നത്. മത്സരിക്കാൻ ഇല്ല എന്നൊക്കെ ഇടയ്ക്ക് ആദ്യം തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. അത് ഈ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളുടെ അഭാവം, മണ്ഡലത്തിലെ വികസന മുരടിപ്പ്, ഈ മണ്ഡലത്തിലെ ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്തത്, മണ്ഡലത്തിൽ കാണാൻ പോലും ഇല്ലാത്തത്, ഈ കാര്യങ്ങളൊക്കെ തിരിച്ചടിയാകും എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് മത്സരിക്കാൻ പോലും ഇല്ല എന്ന ഒരു നിലപാട് ആദ്യം കൊടിക്കുന്നിൽ സുരേഷ് സ്വീകരിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1,30,000-ൽ അധികം വോട്ടുകൾ നേടാൻ NDAക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തവണയും ആ രീതിയിൽ തന്നെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് മുന്നേറാനാവുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണോ പങ്കുവെക്കാനുള്ളത്? തീർച്ചയായിട്ടും. ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവർ രണ്ടുപേരും മണ്ഡലക്കാരല്ല. ആലപ്പുഴ മണ്ഡലക്കാരനാണ്, കായംകുളത്തുകാരനാണ് അരുൺകുമാർ. കൊടിക്കുന്നിൽ സുരേഷ് അറിയാവുള്ളൂ, യഥാർത്ഥത്തിൽ പിന്നെ തിരുവനന്തപുരത്തുകാരനാണ്.
മണ്ഡലക്കാരൻ ഞാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ മണ്ഡലത്തിൽ ജനിച്ചു വളർന്നയാൾ ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ അതിനകത്ത് ഇപ്പൊ യുവത്വം ഒന്നും പറയണ്ട. അപ്പുറം യുവത്വം പറയുന്ന ആള് ഞാനും തമ്മിൽ 4-5 വയസ്സിൻ്റെയൊക്കെ വ്യത്യാസമുള്ളൂ. യുവത്വമൊന്നുമല്ല പ്രശ്നം, കഴിവിനും കാര്യശേഷിയുമാണ് പ്രശ്നം. ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവുണ്ടോ എന്നുള്ളതാണ് ജനം ഈ തെരഞ്ഞെടുപ്പിൽ മാറ്റുരയ്ക്കുന്നത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ NDAയുടെ ഒരു വോട്ട് ഏതാണ്ട് 1,33,000 വോട്ടെന്ന് പറയുന്നത് പിന്നെ അതൊരു അടിസ്ഥാന വോട്ടായിരുന്നു. ഇപ്പൊ അതിനെക്കാട്ടിൽ ആ ഒരു അടിത്തറ വളർന്നിട്ടുണ്ട് ഒരുപാട്. വളരെ നേരത്തെ തന്നെ പ്രചാരണം ആരംഭിച്ചു. ഇപ്പം 4ാം ഘട്ട പ്രചാരണത്തിലേക്ക് കടക്കുന്നു എന്ന് പറഞ്ഞു. UDF അപ്രമാദിത്വം അവകാശപ്പെടുന്ന മണ്ഡലമാണ് മാവേലിക്കര. വോട്ടർമാരെ എല്ലാവരെയും തന്നെ നേരിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾ വളരെ നേരത്തെ തന്നെ പ്രചരണം ആരംഭിച്ചു. 1 മാസക്കാലം പിന്നിട്ടു. ഇപ്പോൾ സ്ഥാനാർത്ഥി സ്വീകരണം 4ാം ഘട്ട പ്രചരണ പരിപാടികളുടെ ഭാഗമായി 2 മണ്ഡലങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ബാക്കിയുള്ള മണ്ഡലങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ആ പരിപാടികളുമായി മുന്നോട്ട് പോകും. ഏതാണ്ട് ഏപ്രിൽ മാസം 22-ാം തീയതി വരെ നമ്മുടെ സ്വീകരണ പരിപാടികൾ 3 ഘട്ടങ്ങളിലായിട്ടാണ് സ്വീകരണം. അപ്പോൾ അത്തരത്തിൽ വളരെ ചടുലമായ കൃത്യതയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഈ മണ്ഡലത്തിന് യാതൊരു വിധത്തിലുള്ള ആശങ്കകളും ഒന്നും ഞങ്ങളുടെ മുമ്പിലില്ല. ഞങ്ങൾ വന്നത് ജയിക്കാനാണ്. ഈ മണ്ഡലം ഇത്തവണ ജയിക്കുമെന്നുള്ളതിൽ 100% ഉറപ്പ് തന്നെയാണ്. പുതുമുഖത്തിന്റെ ആശങ്കയൊന്നുമില്ല അല്ലേ? പുതുമുഖത്തിൻ്റെ ഒരു ആശങ്കയുമില്ല. എൻ്റെ മനസ്സിൽ പോലും അത്തരം ചിന്താഗതികളൊന്നും വന്നില്ല. കാര്യം ദീർഘമായ 24 കൊല്ലക്കാലം പൊതുപ്രവർത്തന രംഗത്ത് നിന്ന ഒരാളാണ്. ചെറിയ പ്രായത്തിനകത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ ഇങ്ങോട്ട് ഏതാണ്ട് 24 കൊല്ലക്കാലം നിന്ന പ്രസ്ഥാനത്തിൽ അടിയുറച്ച് നിന്ന് അതിൻ്റെ ഭാഗമായി പൊതുരംഗത്ത് നിന്ന് ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലെല്ലാം ഇതിനു മുമ്പ് ഇത്തരം സാഹചര്യങ്ങൾക്കൊക്കെ മുമ്പ് തന്നെ പല കാര്യങ്ങൾക്ക് സ്ഥിരമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരു അനുഭവ പരിചയം കൂടി ഉള്ളതുകൊണ്ട് ഒരിക്കലും എനിക്ക് ഈ പറയുന്ന മാവേലിക്കര പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ വിവിധ പ്രദേശങ്ങളൊന്നും ഒരു പുതുമുഖത്തിൻ്റെ ആശങ്കകളൊന്നുമില്ലായിരുന്നു. നേരെ 1ാം റൗണ്ട് ഇറങ്ങിയപ്പോൾ തന്നെ ജനം ഭയങ്കരമായി സ്വീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എല്ലാവരും വളരെ താല്പര്യത്തോടു കൂടിയിട്ടാണ് അടുത്തു വന്നത്. അവർ പെരുമാറിയത്, അവർ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. എല്ലാവരും പറയുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ, ജയിച്ച് ഇവിടെ നിന്നും പോയി കഴിയുമ്പോൾ പിന്നെ 5 കൊല്ലം കഴിഞ്ഞ് വരുന്ന ഒരാളായി മാറരുത് അരുൺകുമാർ. ആ ഒരു ഉപദേശമാണ് എനിക്ക് തരുന്നത്. ഉറപ്പ് കൊടുത്തിട്ടുണ്ടോ? ആ ഒരു ഉപദേശമാണ് എനിക്ക് തരുന്നത്. അപ്പം ഞാൻ തിരിച്ച് ഈ മണ്ഡലത്തിന് കൊടുത്ത ഏക വാഗ്ദാനം, ഞാൻ ഈ മണ്ഡലത്തിൻ്റെ ഭാഗമായി ഇവിടുത്തെ ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളായിട്ട് എല്ലാ കാലത്തും ഉണ്ടാകുമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതാണ് എൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ 1ാമത്തെ വാഗ്ദാനം. അതാണ് ഈ മണ്ഡലം ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ വികസനമെന്ന് ഞാൻ കരുതുന്നതും. ക്യാമറമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം നിഷ ദിലീപ്, ജനം.